ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ഫോർമാറ്റോട് കൂടിയല്ല ഒരു വാഹനം ഓടിക്കുന്നത്. റോഡ് മനസ്സിലാക്കി സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായിട്ടാണ് നമ്മൾ ക്ലച്ച് ബ്രേക്ക്, ആക്സിലറേറ്റർ, സ്റ്റിയറിംഗ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് ഇതുവരെയും ശ്രദ്ധിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മൾ ഗിയർ മാറുന്നതിനിടയിൽ ക്ലച്ച് ചവിട്ടിയാണ് ഗിയർ മാറാറുള്ളത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചില സാഹചര്യങ്ങളിൽ നമുക്ക് ബ്രേക്ക് ചെയ്ത് ഗിയർ മാറേണ്ട സിറ്റുവേഷൻ ഉണ്ട്. ഇത് വാഹനം ഓടിക്കുന്ന തുടക്കക്കാർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് ഇത് നിങ്ങൾ കൃത്യമായിട്ടും പ്രാക്ടീസ് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ വണ്ടി ഓടിച്ച് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം, ഒരു കാരണവശാലും നിങ്ങൾ ഒറ്റയ്ക്കൊന്നും പോയി വണ്ടി ഓടിച്ച് പ്രാക്ടീസ് ചെയ്യരുത്. ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ, അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡ്രൈവറുടെ സഹായത്തോടെ ലേണേഴ്സ് ഒക്കെ എഴുതിയതിനു ശേഷം മാത്രമേ വണ്ടി ഓടിച്ച് പ്രാക്ടീസ് ചെയ്യാവുള്ളൂ. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, ഇനി നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കാണണം. തീർച്ചയായിട്ടും നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇത് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സാഹചര്യങ്ങളിലൊക്കെ അപകടങ്ങൾ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. കാരണം തുടക്കക്കാർക്ക് കൃത്യമായിട്ടും ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ബ്രേക്ക്, നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിനിടയിൽ ബ്രേക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് പല ആൾക്കാർക്കും അറിയത്തില്ല. കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ ചില സാഹചര്യങ്ങളിൽ ഗിയർ മാറ്റുമ്പോൾ പ്രോപ്പറായിട്ട് ബ്രേക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അപകടം ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിനിടെ നിങ്ങൾക്കുണ്ടാകും. ഓക്കെ, ഞാനിതേ ഫസ്റ്റ് ഗിയർ കൊടുത്ത വാഹനം എടുക്കുകയാണ്. വണ്ടിക്കിതേ ഞാൻ മൂവ് ആക്കുന്നു, ക്ലച്ച് ചവിട്ടി സെക്കൻഡ് കൊടുക്കുന്നു, ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ ഒരു ചെറിയൊരു കയറ്റത്തു നിന്നാണ് വാഹനം എടുത്തത്. വാഹനം എടുത്തത് കൊണ്ട് തന്നെ വീണ്ടും ഈ കയറ്റത്ത് നമുക്ക് അടുത്തൊരു ഗിയർ കൊടുക്കേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് നമുക്ക് ക്ലച്ച് ചവിട്ടിയിട്ട് സെക്കൻഡ് കൊടുത്താൽ മതി. വീണ്ടും നിങ്ങൾ നോക്കുക, ഒരു സ്ട്രെയിറ്റ് റോഡാണ്. ഇവിടെ നമുക്ക് വണ്ടിക്ക് മൂവ് ആക്കുന്നു, ക്ലച്ച് ചവിട്ടിയിട്ട് ഞാൻ തേർഡ് ഗിയർ കൊടുത്തു. നിങ്ങൾ നോക്കുക. ഓക്കെ, എൻ്റെ കാല് വീണ്ടും ബ്രേക്ക് വരികയാണ്. ഇതേ ഇപ്പം ഒരു ചെറിയ ഇറക്കത്തോടാണ് നമ്മൾ വാഹനവുമായിട്ട് പോകുന്നത്. ഓക്കെ, ഇവിടെ എൻ്റെ കാല് ബ്രേക്കിലുണ്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഇറക്കത്ത് നമ്മൾ ഗിയർ മാറ്റുമ്പോൾ നിങ്ങൾ ഓർത്തോണം, നിങ്ങൾ മറന്നു പോകരുത്. പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, ഇറക്കത്ത് ഗിയർ മാറുമ്പോൾ നിങ്ങൾ നോക്കുക. ഇപ്പം നമുക്ക് തേർഡിൽ നിന്ന് ഫോർത്ത് കൊടുക്കണം. ബ്രേക്ക് കാല് വെച്ചിട്ട് വേണം നമ്മൾ ക്ലച്ച് ചവിട്ടിയിട്ട് ഫോർത്ത് കൊടുക്കാൻ. ബ്രേക്ക് കാല് വെക്കുമ്പോൾ വെറുതെ കാല് വെച്ചാൽ പോരാ, നമ്മൾ വാഹനം സ്ലോ ചെയ്യാനായിട്ട്, അതായത് നമ്മളിങ്ങനെ ക്ലച്ച് ചവിട്ടുമ്പോൾ വണ്ടിയുടെ റണ്ണിങ് കൂടും. അതായത് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്, ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ഇത് കണ്ടില്ല, വണ്ടി ഇങ്ങനെ അങ്ങ് പോകും. അപ്പോൾ ആ വണ്ടിയുടെ റണ്ണിങ് കുറയ്ക്കാനായിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഈ ബ്രേക്കിൽ ഇങ്ങനെ കാല് ഒന്ന് വെച്ച് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് ക്ലച്ച് ചവിട്ടിയിട്ട് ഫോർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു നോർമൽ കണ്ടീഷനിൽ നമ്മൾ വരുമ്പോൾ ആ വേഗത തന്നെ നമുക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് അടുത്തൊരു ഗിയർ കൊടുക്കാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് ഒരു ഇറക്കത്ത് നിങ്ങൾ ഗിയർ ഇപ്പോൾ തേർഡിൽ നിന്ന് ഫോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഇത് നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ഇനി നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങൾ നോക്കുക, ഞാനിത് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ചെറിയൊരു ഹമ്പായിരുന്നു. ഓക്കെ, ഇത് വീണ്ടും ഞാനിതിവിടെ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ പോവുകയാണ്. വീണ്ടും ഞാൻ സെക്കൻഡ് കൊടുക്കുകയാണ്. നിങ്ങളെ ഒരു കാര്യം ഒന്ന് കാണിച്ചാൽ, ഇപ്പോൾ സെക്കൻഡിൽ ഇങ്ങനെ പോവുകയാണ്. ഇവിടെ വണ്ടി മുന്നോട്ട് മൂവ് ആകുന്നില്ല, ഒരു ഗട്ടറാണ്. ഈ ഒരു സമയത്ത് ഇതേ ബ്രേക്ക് വന്നിട്ട് ക്ലച്ച് ചവിട്ടിയിട്ടാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. നിങ്ങൾ നോക്കുക, അവിടെ ഒരു ഗട്ടർ വന്നതുകൊണ്ട് തന്നെ എൻ്റെ കാല് എന്ത് ചെയ്തു, സെക്കൻഡിൽ നിന്ന് ഫസ്റ്റിലേക്ക് കൊടുക്കാനായിട്ട് ബ്രേക്കേ വന്നു. കാരണം ഗട്ടറിൽ ഇറങ്ങി കയറുന്ന സമയത്ത് നമ്മൾ ചുമ്മാ ക്ലച്ച് മാത്രമാണ് ചവിട്ടിയിട്ട് ഗിയർ സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് ഇടുന്നതെങ്കിൽ ഓൾറെഡി വണ്ടിക്ക് ഒരു മൂവ്മെൻ്റ് ഉണ്ട്, നല്ല സ്പീഡുണ്ട്. ആ സ്പീഡിൽ ഗട്ടറിൽ ഇറങ്ങിയിട്ട് വണ്ടി നല്ല രീതിയിൽ കുലുങ്ങുകയും വണ്ടിയുടെ കൺട്രോൾ നഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യരുത്. നമ്മളൊരു ഗട്ടറിൽ ഇപ്പോൾ സെക്കൻഡിൽ ഇങ്ങനെ പോകുന്നു, വീണ്ടും വണ്ടിക്ക് നമ്മൾ മൂവ് ആക്കി തേർഡ് കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ മുന്നിൽ ഒരു ഗട്ടർ ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഇത് ഇവിടെ സൈഡിൽ ഒരു കുഴിയുണ്ട്. അപ്പോൾ കുഴിയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്ത് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് ക്ലച്ച് ചവിട്ടിയിട്ട് ഇതേ സെക്കൻഡ് കൊടുക്കുക. അതിനുശേഷം ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക, ക്ലച്ചിൽ നിന്നും കൂടെ കാലയച്ച് ചെറുതായിട്ട് ആക്സിലേഷൻ കൊടുത്തെടുക്കുക. കണ്ടില്ലേ, ഇത് ഇവിടെ വീണ്ടും ഒരു ചെറിയ ഗട്ടറുണ്ട്. ഞാനിതേ മെല്ലെ ബ്രേക്ക് വന്ന് വണ്ടി സ്ലോ ചെയ്യുന്നു, ക്ലച്ച് ചവിട്ടി ഇതേ ഫസ്റ്റ് കൊടുത്തിട്ട് വണ്ടി എടുക്കുന്നു. കണ്ടില്ലേ, ഇങ്ങനെ മാത്രമേ നിങ്ങൾ ഗട്ടറുള്ള റോഡുകളിൽ ഗിയർ ചേഞ്ച് ചെയ്യാവുള്ളൂ. ക്ലച്ച് മാത്രമല്ല അവിടെ നമ്മൾ അമർത്തേണ്ടത്, അവിടെ നമ്മൾ ബ്രേക്ക് ചെയ്ത് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് ക്ലച്ചും കൂടെ ചവിട്ടി ഗിയർ ഇടുക. അതിൻ്റെ കാര്യം എന്താണ്? കാര്യം മറ്റൊന്നുമല്ല, നമ്മൾ ബ്രേക്ക് ചെയ്യാതെ ക്ലച്ച് മാത്രമാണ് ചവിട്ടുന്നതെങ്കിൽ ഓൾറെഡി ഗട്ടറിലേക്ക് പോകുന്ന സമയത്ത് ഗിയറുമായിട്ടുള്ള പിടുത്തം മാറും. ഇപ്പോൾ ഉദാഹരണം പറയാം, നമ്മളൊരു സെക്കൻഡ് ഗിയറിൽ പോകുമ്പോൾ വാഹനത്തിന് ആവറേജ് ഒരു പിടുത്തമുണ്ട്. അതായത് ആ സെക്കൻഡ് ഗിയറിൻ്റെ ആ ഒരു സ്പീഡിന് അനുയോജ്യമായിട്ടായിരിക്കും വാഹനം പോകുന്നത്. നമ്മൾ പെട്ടെന്ന് ഫസ്റ്റ് ഗിയർ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ക്ലച്ച് പൂർണ്ണമായിട്ട് അമർത്തുമ്പോൾ ഓൾറെഡി വണ്ടിക്ക് സെക്കൻഡിൽ ഒരു സ്പീഡുണ്ട്. ക്ലച്ച് അമർത്തുമ്പോൾ
എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള കണക്ഷൻ മാറിയിട്ട് വണ്ടി ഫ്രീ ആകും. അതായത് ഒരു ഗിയറിൻ്റെ പിടുത്തം മാറിയിട്ട് വണ്ടി ഫ്രീ ആകും. ഫ്രീ ആകുന്ന സമയത്ത് സംഭവിക്കുന്നത് സെക്കൻഡിൽ വരുന്ന വണ്ടിയുടെ ആ വേഗതയെ അപേക്ഷിച്ച് കുറച്ചും കൂടെ വേഗത വണ്ടിക്ക് കൂടുമ്പോൾ എന്ത് ചെയ്യും, ഗട്ടറിൽ ചെന്നിട്ട് വാഹനം വല്ലാതെ ചാടുകയും നല്ല രീതിയിലുള്ള ഒരു കുലുക്കം വാഹനത്തിലുണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇനി മറ്റൊരു സിറ്റുവേഷൻ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാനിത് തേർഡ് ഗിയറിൽ ഇങ്ങനെ പോവാണ്. ഓക്കെ, നിങ്ങളിങ്ങനെ നോക്കുക, ഞാനിവിടെ തേർഡ് ഗിയറിൽ പോകുന്നു. എനിക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ടേൺ എടുക്കണം. ടേൺ എടുക്കേണ്ട സാഹചര്യങ്ങളിൽ നിങ്ങൾ നോക്കുക, എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലും ഉണ്ട്. ഫസ്റ്റ് കൊടുക്കുകയാണ്. ഇത് ഒരു ഇറക്കത്തോട് കൂടിയ ഒരു ടേണാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾ നോക്കുക, ഇങ്ങോട്ട് ഇങ്ങനെ ടേൺ എടുക്കുന്നു. ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ എടുത്തു, കണ്ടില്ലേ? നിങ്ങൾ നോക്കുക. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് വാഹനം പോകുന്നത്. വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ് ആക്കുകയാണ്. ഒരു കയറ്റത്തോട്ടുള്ള റോഡിലാണെങ്കിൽ നമുക്ക് ജസ്റ്റ് മൂവ് ആക്കുക, ക്ലച്ച് ചവിട്ടുക, സെക്കൻഡ് ഗിയർ കൊടുക്കുക. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഇങ്ങനെ പോകുന്ന സാഹചര്യങ്ങൾ ഇത് നോക്കി വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ഞാൻ തേർഡ് ഗിയർ കൊടുക്കുകയാണ്. നിങ്ങൾ സാഹചര്യങ്ങൾ മനസ്സിലാക്കുക. അതായത് നമുക്ക് വാഹനത്തിന് വേഗത കുറഞ്ഞിട്ട് ഗിയർ ഡൗൺ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നാൽ ബ്രേക്കിലും കൂടെ കാല് വെക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് മുന്നിലായിട്ടൊരു വളവാണ്, വണ്ടികൾ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിത് ക്ലച്ച് ചവിട്ടിയിട്ട് സെക്കൻഡ് കൊടുത്തു. ഒപ്പം എൻ്റെ കാല് ബ്രേക്കിലും വന്നു. നിങ്ങൾ നോക്കുക, വീണ്ടും എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലും വന്നാണ് സ്ലോ ചെയ്യുന്നത്. കാരണം ഇവിടെ ചെറിയൊരു സ്പേസേ ഉള്ളൂ, ഇവിടെ നിന്നൊരു വാഹനം വന്നു. അപ്പോൾ എന്ത് ചെയ്തു, ബ്രേക്ക് വന്നിട്ട് ക്ലച്ച് ചവിട്ടിയിട്ടാണ് ഞാൻ ഗിയർ ഡൗൺ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. വീണ്ടും ഒരു സെക്കൻഡ് കൊടുത്തു, തേർഡ് കൊടുത്തു. നിങ്ങൾ നോക്കുക, ഇവിടെയൊക്കെ നമുക്ക് വണ്ടിക്ക് ജസ്റ്റ് മൂവ് ആക്കിയിട്ട് ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾ നോക്കുക, ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു. ഇതേ ഫോർത്ത് ഗിയർ കൊടുക്കുന്നു. വീണ്ടും എൻ്റെ കാലം മെല്ലെ ബ്രേക്ക് വരികയാണ്. ഇവിടെ ഒരു വളവാണ്, ഇതേ ഫോർത്ത് ഗിയറിൽ വളവ് പോകുന്നു. നിങ്ങൾ നോക്കുക, ഇനി നമുക്കത് ഇവിടെ ഈ വളവ് ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ എടുക്കണം. ഇത് ഇവിടുന്ന് ഒരു വണ്ടി വരുന്നു. എൻ്റെ കാലം ഇത് ബ്രേക്ക് വരുന്നു, മുന്നിൽ വളവാണ്, ഫോർത്തിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതേ ബ്രേക്ക് കാല് വെച്ചുകൊണ്ട് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് ഇതേ തേർഡ് കൊടുക്കുന്നു. നിങ്ങൾ നോക്കുക, അതേ തേർഡ് കൊടുത്തു. വീണ്ടും വണ്ടിക്ക് ഞാൻ മൂവ് ആക്കിയിട്ട് ഇതേ ഫോർത്ത് ഗിയർ കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഇവിടെയൊക്കെ നമുക്ക് ആക്സിലേഷൻ നൽകിയിട്ട് ഫോർത്ത് കൊടുത്താൽ മതി. ഇതേ വീണ്ടും എൻ്റെ കാല് ബ്രേക്ക് വരുന്നു. ഇപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട്. ബ്രേക്ക് കാല് വെച്ചിട്ട് ഇതേ ക്ലച്ച് ഔട്ടിയിട്ട് ഗിയർ ഡൗൺ ചെയ്ത് തേർഡ് കൊടുക്കുന്നു. നിങ്ങൾ നോക്കുക, വീണ്ടും എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലുമായിട്ടും ഉണ്ട്. നിങ്ങൾ നോക്കിക്കേ, പോ. ഓക്കെ, വീണ്ടും ഞാനിത് സെക്കൻഡ് ഗിയർ കൊടുത്തു, വീണ്ടും തേർഡ് കൊടുത്തു. ഒരു ലോറി ഓപ്പോസിറ്റ് വന്നതാണ്, ചെറിയൊരു സ്പേസേ ഉള്ളായിരുന്നു. അവർ കയറിപ്പോക്കട്ടെ എന്ന് ഓർത്ത് ഞാൻ റിവേഴ്സ് എടുത്ത് കൊടുത്തു. കുഴപ്പമില്ലായിരുന്നു, നമ്മൾ കയറി പോന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടക്കത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഈ കാര്യം ഓർത്തിരിക്കണം. കാരണം നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഗുണമായെങ്കിൽ മറക്കാതെ നിങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഓക്കെ, നന്ദി, നമസ്കാരം.